ഇന്നല്ല യഥാർത്ഥത്തിലുള്ള സംസ്കൃത ദിനം ശ്രാവണ പൂർണിമ ദിവസം ഓഗസ്റ്റ് 9-നായിരുന്നു. ശനിയാഴ്ചയായത് കാരണം ഇന്നലെ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരവസരമായത് കാരണമാണ് ഇതിനേക്കൊരു മാറ്റിവെച്ചത്. ശ്രാവണ പൂർണിമ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സംസ്കൃത ദിനമായി ആചരിക്കുവാനുള്ള കാരണം പുരാതന കാലം മുതൽക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമ്മൾ സംസ്കൃത ദിനമായി ആചരിക്കുന്നു. അന്ന് സംസ്കൃതത്തിലായിരുന്നു ഈ അധ്യയനം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസം സംസ്കൃത ദിനമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്കൃതം എന്നത് ഒരു ഭാഷ എന്നതിലുപരി ഒരു സംസ്കാരം കൂടിയാണ്. നമ്മുടെ മഹത്തായ സംസ്കാരം നിലകൊള്ളുന്നത് സംസ്കൃത ഭാഷയിലാണെന്ന് പറയും. കാരണം ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, വേദാന്തങ്ങൾ, ആഗമങ്ങൾ, സ്മൃതികൾ എന്നിങ്ങനെ ഇന്ത്യയുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതായ ഏതൊരു ഗ്രന്ഥമുണ്ടോ അതെല്ലാം രചിച്ചത് സംസ്കൃതത്തിലായതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഭാഷ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ പോലും കുറഞ്ഞു കിടക്കുന്നത് സംസ്കൃതത്തിലായതുകൊണ്ട് തന്നെ ഭാരത സംസ്കാരം നിലകൊള്ളുന്നത് സംസ്കൃതത്തിലാണെന്ന് വിശേഷിപ്പിക്കുന്നു. സംസ്കാര സമ്പന്നമായ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ടെടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഭാഷയെ സംസ്കൃതം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അർത്ഥവാക്യങ്ങൾ, സുഭാഷിതങ്ങൾ എന്നിങ്ങനെ
കുറെ നല്ല നമ്മുടെ ചിന്തകളെ തന്നെ ജീവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും അതിലൂടെ ഒരു നല്ല ജലബിന്ദുനിപാതേന ക്രമശഃ പൂജ്യതേ ഘടഃ തഥാ ഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. ജലം ഓരോരോ തുള്ളി വീണും കുടം നിറയുന്നു. വിദ്യയും ധർമ്മവും ധനവും കുറച്ചു കുറച്ചായി തന്നെയാണ് പൂർണ്ണതയിലെത്തുന്നത്. അന്നദാനം പരംദാനം വിദ്യദാനം അതഃ പരം. അന്വേഷണികാ തൃപ്തിഃ യാവജീവം ച വിദ്യയ. അന്നദാനം ശ്രേഷ്ഠമായ ദാനമാകുന്നു. വിദ്യാദാനവും മഹത്തരമാകുന്നു. അന്നദാനം കൊണ്ട് ക്ഷണികമായ തൃപ്തി മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ വിദ്യാദാനം കൊണ്ട് ആജീവനായ തൃപ്തി ലഭിക്കുന്നു. ധർമ്മശാസ്ത്ര പ്രവർത്തനായ ലോകസഭ സത്യമേവ ജയതേ ഭാരത സർക്കാർ. അക്രമമായ മാധവം ശിക്ഷാസ്പർശം യഥോ ധർമ്മഃ സദോ ജയഃ സർവോച്ച ന്യായാലയഃ. നിർമ്മയ കർമ്മണാസ്മി കാലിക്കറ്റ് സർവകലാശാല. മലയാള മനോരമ. ജനസുഖായ ആകാശവാണി. സേവാസ്മകം ധർമ്മഃ കാലസേന. ക്ഷേമവഹാമ്യം LIC. മൃദുർഭവേ ദൃഢബലെ ആരക്ഷക സേന. അഹർനിശം സേവാമഹേ ദൂരവാണി. ദേവത കൈവല്യം കായടി സംസ്കൃത സർവകലാശാല. സ്പർശം ദീപ്തം വായുസേന. അഹം മമ രാഷ്ട്രേ സ്നേഹാമി തസ്യ സമ്പ്രദായം ജ്ഞാനവിധാനം ച പൂർവ്വസമ്പത്തോ അഭിമാനി ച ഭവാമി. ജന്മഭൂമിരസ്മാകം ഭാരതം ഭാരതം ജനനീയോ വാങ്മയസ്യ സംസ്കൃതം സംസ്കൃതം അനാദ്യനന്ദ വിശ്വവിദിത ശൗര്യധൈര്യ കീർത്തി കലിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം. അനാദ്യനന്ദ വിശ്വവിദിത ശൗര്യധൈര്യ കീർത്തി കലിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം. പുണ്യഭൂമിരസ്മാകം ഭാരതം ഭാരതം പുണ്യഭൂമിരസ്മാകം ഭാരതം ഭാരതം ധരണീന സർവധർമ്മ സംസ്കൃത സംസ്കൃത. ഹിന്ദു ക്രിസ്ത സിഖ് മുസ്ലിം ജാതി മത വിഭാഗരഹിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം. ക്രിസ്ത സിഖ് മുസ്ലിം ജാതി മത വിഭാഗരഹിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം. വേദഭൂമിരസ്മാകം ഭാരതം ഭാരതം വേദഭൂമിരസ്മാകം ഭാരതം ഭാരതം സർവജന സമൈക്യ ഭാവബന്ധുരം ഭാരതം. സത്യധർമ്മ സ്നേഹ ശാന്തി വിശ്വബന്ധു ഭാവഭരിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം. സത്യധർമ്മ സ്നേഹ ശാന്തി വിശ്വബന്ധു ഭാവഭരിത ഭാരതീയാ വയം ഭാരതീയാ വയം ഭാരതീയാ വയം.
वयं भारतीया